ഹലോ, ഇന്നലെ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടിട്ട് വാട്സപ്പിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നത് ഇപ്പം എങ്ങനെയുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, പീരീഡ്സ് ആയാൽ കുറച്ച് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ ആയി ഞാൻ സൈഡായി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നന്നേൻ്റെ അതിൽ കിടത്തം തന്നെയായിരുന്നു. എനിക്ക് പീരീഡ്സിൻ്റെ ആ ഒരു സമയത്ത് മൈഗ്രെയിൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ മൈഗ്രെയിൻ വന്നു. പിന്നെ വൈകുന്നേരം എത്രയൊക്കെ 9:30-10 മണിയൊക്കെ ആയപ്പോൾ പോയി കാണിച്ച് ഇഞ്ചക്ഷൻ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി. ഇന്നും ഇന്നലത്തെ പോലെ തന്നെയാണ് കേട്ടോ. കേൾക്കൂല. ഇന്നും ഇന്നലത്തെ പോലെ തന്നെയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് ഇതല്ല കേട്ടോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഇത് പുതിയൊരു ബർഗർ അവിടെ ഒരു ഷോപ്പിൽ ലോഞ്ച് ചെയ്തപ്പം മേടിച്ച് നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരാൾക്കും 2 ആൾക്കും 3 ആൾക്കൊക്കെ ആണെങ്കിൽ മറുപടി കൊടുക്കാം. ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ മറുപടി കൊടുക്കുക എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒന്നാമത് തലവേദനയല്ലേ, കണ്ണ് സ്ട്രെയിൻ ചെയ്താലുള്ള അവസ്ഥ അറിയാമല്ലോ. അതാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഉള്ളത് ഫ്രഞ്ച് ഫ്രൈസാണ്. സുഖമില്ലെങ്കിലും ഹോട്ടൽ ഫുഡിന് ഒരു കുറവില്ല. അതാണ് ഞാൻ. പിന്നെ നമ്മളൊക്കെ സുഖമില്ലാതെ കിടന്നു പോയാൽ ആളെ കിടക്കലേ ഉള്ളൂ, അത് നോക്കാനൊന്നുമില്ലല്ലോ. പിന്നെ ശരിക്കും ഉമ്മല്ലേ വാപ്പല്ലേ അവരൊക്കെ എവിടെയാന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ 10-30 കിലോമീറ്റർ ഉണ്ട്. ബർഗറിന് ഒരു ജ്യൂസ് കിട്ടോ എന്നാൽ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് അതിൻ്റേതായിട്ടുള്ള ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നിട്ടാരാ ഒന്ന് തല ഊന്നി. അന്നൊക്കെ ഞാൻ അരുണിനോട് വന്നിട്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ടെത്താൻ എനിക്ക്. കാരണം ആ മരുന്നങ്ങ് പോയി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ വിറയ്ക്കുക ചെയ്യുന്നത് എനിക്ക്. അപ്പോൾ വേഗം അവന് 2 ജ്യൂസ് വാങ്ങിക്കൊണ്ട് തന്ന്. അത് കഴിഞ്ഞാലാണ് ബർഗർ പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജ്യൂസിൽ നിന്ന് ഈച്ച കിട്ടിയപ്പോൾ ഇന്നും ഒരു മടി ഉണ്ടായിരുന്നു ആ ജ്യൂസ് മേടിച്ച് കുടിക്കാൻ. പക്ഷെ ഞാൻ കുടിച്ചു കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ട്. ലേശം ഉപ്പതിയായിപ്പോയോ എനിക്കും സംശയമുണ്ടല്ലേ. ഉപ്പതിയായിപ്പോയോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. ഒരു ഗുമ്മിനെടുത്തതാ, വേണ്ട അവിടെ തന്നെ വെക്കേണ്ട ഒരു അവസ്ഥയിലാണ്. പിന്നെ എലക്ഷനൊക്കെ കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നു. ആർക്കൊക്കെ സന്തോഷമായി ആർക്കൊക്കെ സങ്കടമായി എന്നുള്ളതൊന്നും അറിയില്ല.
ഭയങ്കര കൊട്ടലും പാട്ടും കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു കേട്ടോ. തേനെല്ലിക്ക അരുണ് വയനാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ ബർഗർ നിർത്തിയപ്പം കുറച്ച് മധുരമുള്ളൂടി ആവാം എന്ന് കരുതി. അടിപൊളി ടേസ്റ്റാണ്. മഴ പെയ്യുന്നത് എങ്ങോട്ടൊക്കെ പെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ പെയ്യുന്നു. അതിലോ ഓവർ കഴിച്ചാൽ ശരിയാവില്ല. ഇവിടെ ഇഞ്ചക്ഷൻ വെച്ച് അതുകൊണ്ട് ഓവറായിട്ട് കഴിക്കുന്നില്ല. അപ്പം ഇന്നത്തെ ഫുഡും അവിടെ കഴിഞ്ഞു. ഇന്ന് വീഡിയോ ഇടൂലെന്ന് വിചാരിച്ചാൽ മനല്ലേ, ഒന്നാമത്തെ ഇലക്ഷൻ അല്ലേ, ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. തേനെല്ലിക്കയുണ്ട്.